ലോകത്ത് കഴിഞ്ഞ മിക്കവാറും അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞു പോയ മിക്കവാറും നബിമാർക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒറ്റ നബിക്കും ബാങ്കില്ല. നൂഹ് നബിക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബാങ്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ നിസ്കാരം പോലെയും 5 വക്തും ആണെന്നൊന്നും വിചാരിക്കണ്ട, ഉണ്ടായിട്ടുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബാങ്കില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബാങ്കില്ല. ബാങ്ക് നമുക്ക് മാത്രം. എന്തേ കാരണം? ഈസാ നബി അലൈഹി ഇസ്ലാമിന് ബാങ്കുണ്ടായിരുന്നുവെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഒരു പേര് ലോകത്ത് വിളിച്ചു പറയാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ്. ഇഷ്ക് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇഷ്കാണ്. മഹബത്ത്, ഇഷ്ക്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം, അതാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ അനുയായികളെയും കൂട്ടിയിട്ട് നൈൽ നദി കടന്നുകാണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറച്ചങ്ങ് ചെന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോ അതിന് ഒരു പശുക്കുട്ടിയെ ആരാധിക്കൽ തുടങ്ങി. ദാവൂദ് നബി അലൈഹി ഇസ്ലാം തന്റെ അനുയായികളോട് ജാലൂത്തുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാണ്, നിങ്ങൾ പോരണോ ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇദ്ഹബ് അൻത വഖാതില ഇന്നാ ഹഉനാ ഖായിദൂൻ. ഇജ്വാന്റെ പടച്ചോനും കൂടി പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്, വാ, വരുമ്പോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ഞങ്ങൾ ഇവിടെ നിന്ന് ഒപ്പം പോകുന്നുണ്ട് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലെത്തി. 313 ആൾക്കാര്, 1000 പടയാളികളാണ് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ലഅനത്തുല്ലാഹി അലൈഹി വരുന്നത്. വാളുകളും അങ്കികളും എല്ലാ സംവിധാനങ്ങളോടുകൂടെയുമാണ് അവർ വരുന്നത്. സ്വഹാബത്തെ, നമ്മൾ ഇഞ്ഞെന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇപ്പൊ കടലിൽ പോയി ചാടണമെന്ന് നബിയങ്ങളാണ് പറഞ്ഞാല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞങ്ങളാണ് ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇഷ്കാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനാണ്. എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറുണ്ടായാൽ നമ്മളെന്താ കാട്ടുക? ബാങ്കാണ് കൊടുക്കും. ബാങ്ക് അല്ലാഹു അക്ബറിന്റെ പ്രഖ്യാപനമല്ല. ബാങ്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമല്ല. ബാങ്ക് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ പ്രഖ്യാപനമായതുകൊണ്ടാണ് മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞപ്പോ ബിലാല് പറഞ്ഞത് റളിയല്ലാഹു അൻഹു, ഞാൻ ഇനി ബാങ്ക് കൊടുക്കൂലാന്ന്. അത് അല്ലാഹു അക്ബർ പറയാൻ വയ്യായിട്ടല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വയ്യായിട്ടല്ല, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാകുന്നു. ലോകത്ത് കഴിഞ്ഞ ഒറ്റ നബിമാർക്കും ബാങ്കില്ല. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ അംബിയാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ അംബിയാ മാത്രമല്ല, മുത്ത് നബി അഷ്റഫുൽ ഖൽഖാണ്. സൃഷ്ടികളിൽ ഏറ്റവും ഷറഫായ ആളാണ്. അങ്ങനെ ഒരു സൃഷ്ടി വേറെയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാലിഖിൽ ഏകനായതുപോലെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ലൂഖിലെ ഏകനാണ്. അങ്ങനത്തെ ഒരു ഖൽഖ് വേറെയില്ല. എല്ലാ ഖൽഖിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസം ഖുർആൻ ഇറങ്ങിയ ദിവസമല്ല, മാസമല്ല. റമളാൻ ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ്. ഖുർആൻ അതിന്റെ മുമ്പുണ്ട്. അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിന്റെ കലാമുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞത് നബി തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് വർത്തമാനം പറഞ്ഞ ദിവസം എന്നല്ല. അള്ളാഹുവിന്റെ വർത്തമാനം അവന്റെ ദാത്തിൽ നിലനിൽക്കുന്നതാണ്. അള്ളാഹു എന്നുണ്ടോ അന്ന് കലാമുണ്ട്. ലൈലത്തുൽ ഖദ്റിന് എന്തുണ്ടായി? ലൈലത്തുൽ ഖദ്ർ ആ കലാം മുഹമ്മദ് നബിക്ക് ഇറങ്ങാണ് ചെയ്തത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ.
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഇല്ല. അതിനാൽ ലൈലത്തുൽ ഖദ്റിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെങ്കിൽ ഖുർആൻ ഇല്ല. ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി എന്ന പേരായ ഒരു സഹാബി ഉണ്ടായിരുന്നു. റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യാനും ഖളാഉൽ ഹാജത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോ ഇരുട്ടിന്റെ മറവിൽ ഒരാളെ കണ്ടു. നമ്മളെ ഭാഷയും പറഞ്ഞാൽ വായം കുടുംബിലുണ്ട് ഒരാളക്കം. ആരാത് എന്ന് ചോദിച്ചു. ഇത് ഞാനാണ്, റബിയാണ് എന്ന് പറഞ്ഞു. എന്താ വിടക്കണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയേ, നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അത് നിർവഹിച്ചു തരാമല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ് നബിയേ. അതിൽ ചോദിച്ചു, ഇജ് എന്നും ഇവിടെ അങ്ങനെ വന്നിക്കലുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. ഞാൻ എന്നും വിടക്കലുണ്ട്. അതെന്തിനാ ചോദിച്ചു. നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും ഖിദ്മത്ത് വേണമെങ്കിൽ ചെയ്തു തരാലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിക്കലുണ്ട്. നിങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് എന്നെ കാണായാണ് പറഞ്ഞു. എന്നാ വെള്ളം കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ വെള്ളം കൊടുന്നു. മലമൂത്ര വിസർജനം നടത്തി വുളൂ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചോദിച്ചു, റബിയ, നിനക്ക് ഞാൻ എന്താണ് ഇത് വരക്കേണ്ടതെന്ന് ചോദിച്ചു. അനക്ക് എന്താ വരക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ വേണ്ടി ഇത് വരക്കണം എന്ന് പറഞ്ഞു. അപ്പ നബി തങ്ങൾ ചോദിച്ചു, അവലക ഗൈറൻ റബിയ, റബിയത്തെ ലേശം ചുരുക്കി ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. ലേശം ചെറുതെന്തേലും. ഇവിടെ സ്വർഗമല്ല ചോദ്യം. സ്വർഗം ചോദിച്ച ഒരാളോട് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം സഹാബത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ വാഴ്ന്നു പറയാണ്, സഹാബ, 70,000 ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റജുൽ എഴുന്നേറ്റ് നിന്നു. ഉക്കാശയായിരുന്നു ആ റജുൽ എന്നതിന്റെ വിശദീകരണത്തിലുണ്ട്. ഒരു മനുഷ്യൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, നബിയെ, ആ 70,000 ഒന്നിന്നാക്കോ ചോദിച്ചു. അന്തമിൻഹു എന്ന് പറഞ്ഞു. ആ 70,000 ഒന്ന് ഇജന്നെയാണ് ഉക്കാശ. ഒരു മടിയില്ലാതെ പറഞ്ഞു. ഇവിടെ സ്വർഗമല്ല ചോദ്യം, അതാണ് പ്രശ്നം. സ്വർഗത്തിന് 8 വാതിലുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, 8 വാതിലും കൂടി ആർക്കേലും തുറന്നു കൊടുക്കോന്ന് ചോദിച്ചു. ചോദ്യം കേട്ടപ്പോൾ മനസ്സിലായി മൂപ്പർക്ക് കിട്ടാനാണ് എന്ന്. അതിൽ പറഞ്ഞു, തുറക്കും, നിങ്ങൾക്ക് ഏതായാലും തുറക്കും എന്ന് പറഞ്ഞു. അതേസമയത്ത് റബിയ ചോദിച്ചത് സ്വർഗമല്ല. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗത്തിൽ നിങ്ങളുടെ അടുത്തിരിക്കണം. സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി. അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല, എനിക്ക് മനസ്സിലായാലും മതി. സ്വർഗത്തേക്കാൾ വലുത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത്. മൂപ്പര് പറഞ്ഞു, ചുരുക്കൊന്നുമില്ല, എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. ചുരുക്കാൻ പറ്റൂല പറഞ്ഞു, എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഫഅഇന്നി ബികസ്റത്തി സുജൂദ്. എന്നാൽ റബിഅ, സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാല് സുജൂദ് അധികരിപ്പിച്ചാൽ നിനക്ക് കിട്ടുമെന്നല്ലോ, അങ്ങനെ വിചാരിക്കരുത്. സംഗതി ഞാൻ ഏറ്റു. സുജൂദ് അധികരിപ്പിച്ചാൽ ഒരു സഹായമാകും എന്നേ പറഞ്ഞിട്ടുള്ളൂ. സുജൂദ് അധികരിപ്പിച്ചാലും വാങ്ങിത്തരാ, അധികരിപ്പിച്ചില്ലെങ്കിലും വാങ്ങിത്തരാ. ഫഅഇന്നി, നീ എന്നെ ഒന്ന് സഹായിച്ചാൽ നന്നായി. ബികസ്റത്തി സുജൂദ്, കുറച്ച് കൂടുതൽ സുജൂദ് ചെയ്തെങ്ങാണ്ട് സംഗതി ഞാൻ വാങ്ങിത്തരാ എന്ന് പറഞ്ഞു. സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാൻ, സൃഷ്ടികളിൽ ഏറ്റവും ഷറഫുള്ള ആളാണ്. ഇതൊരു മനുഷ്യന്റെ ഖൽബിക്ക് കയറണം, എന്നാലാണ് ഇൽമ് പരിപാലിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഇൽമ് ഉപകാരമില്ലാതെ പോകും.